അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മുട്ടയും മക്രോണിയും കൊണ്ട് ഒരു കിടിലൻ ചായക്കടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അടിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ ആയിട്ട് കട്ട കെട്ടി കിടക്കും. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് അത് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളിൻ്റെ ഒക്കെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മാഗിൻ്റെ ഉള്ളിലെ മാഗി മസാലയില്ലേ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലപോലെ അടിച്ചെടുക്കാം. മുട്ടയിൽ എന്ത് മസാല ചേർത്ത് കൊടുത്താലും നല്ലപോലെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് കട്ട കെട്ടി നിൽക്കും. നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് വേവിച്ച 1 കപ്പ് മക്രോണിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി പോളി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഓയിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മക്രോണി കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ട് 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് തീ നല്ലപോലെ കുറച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുന്നുണ്ട്. കുത്തി നോക്കിയാൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ആയിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ആയി. ഇനി ഒരു പ്ലേറ്റോ ഫ്രൈ പാനോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ വെച്ച സോസ് പാനിലേക്ക് തന്നെ അടിഭാഗം കൂടി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ 2 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ ഞാൻ ചിക്കനൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്